ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ജോഗ്രഫിയിൽ നിന്നുള്ളതാണ്. കാറ്റിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ എന്തെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കത്തുള്ളൂ. ഇതിൽ തന്നിരിക്കുന്ന ഓരോ കണ്ടീഷൻസും എങ്ങനെയൊക്കെ കാറ്റിനെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് നമുക്ക് പറഞ്ഞു പോകാം. ആദ്യം തന്നെ പ്രഷർ ഗ്രേഡിയന്റ്. കാറ്റിന്റെ ചലനം തന്നെ പ്രഷറിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. ഹൈ പ്രഷർ ഏരിയയിൽ നിന്നും ലോ പ്രഷർ ഏരിയയിലേക്കാണ് കാറ്റ് എപ്പോഴും സഞ്ചരിക്കാറ്. അപ്പോൾ പ്രഷർ ഗ്രേഡിയൻസ് ഉറപ്പായും കാറ്റിനെ സ്വാധീനിക്കും. അടുത്ത കണ്ടീഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് കൊറിയോളിസ് എഫക്റ്റ് ആണ്. കാറ്റിന്റെ ദിശയെ നിർണ്ണയിക്കുന്നതിൽ കൊറിയോളിസ് എഫക്റ്റിന് വലിയ പങ്കുണ്ട്. പ്രത്യേകിച്ചും ഇക്വേറ്ററിലേക്ക് വരുമ്പോൾ കാറ്റിന്റെ ദിശ പൂർണ്ണമായും കൊറിയോളിസ് എഫക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. അടുത്തത് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കും. ഫ്രിക്ഷൻ കൂടുതലുള്ളിടത്ത് കാറ്റിന്റെ വേഗത കുറവായിരിക്കും. ഫ്രിക്ഷൻ കുറവുള്ളിടത്ത് കാറ്റ് വളരെ സ്പീഡിലായിരിക്കും വീശുന്നത്. അതായത് കുറെ മലകളും കുറെ താഴ്വാരങ്ങളും ഉള്ളിടത്ത് ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. അവിടെ കാറ്റിന് ഒരു പരിധിയിൽ കൂടുതൽ വേഗതയിൽ പോകാൻ കഴിയില്ല. അതേസമയം സമുദ്രത്തിന്റെ പ്രതലത്തിൽ യാതൊരു തരത്തിലുള്ള ഫ്രിക്ഷനും ഉണ്ടായിരിക്കില്ല. അവിടെ കാറ്റ് വളരെ വേഗത്തിലായിരിക്കും വീശുന്നത്. ഇതുപോലുള്ള PSC ക്വസ്റ്റ്യൻസ് നമുക്ക് ഷോർട്സ് വഴി ഡിസ്കസ് ചെയ്യാം. അതിനുവേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്